വഷളത്തരത്തിന്റെ ബ്രാൻഡ് അംബാസഡറെ പോലീസ് പൂട്ടി. ലൈംഗികാതിക്രമ കേസിൽ നടപടി നേരിടുന്ന ബോബി ചെമ്മണ്ണൂർ അങ്ങനെ കാക്കനാട് ജയിലിലേക്ക് പോവുകയാണ്. ലൈംഗിക ദാരിദ്ര്യമുള്ള വഷള മനുഷ്യരുടെ ഹീറോ ആയി ഇനിയും ബോച്ചേമാരുണ്ടാകുമോ? നമസ്കാരം. ഇപ്പൊ നടക്കുന്ന ഒരു വിഷയത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊന്ന് നിങ്ങളുടെ അടുത്ത് വന്നതാണ്. നമ്മുടെ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു അഭിപ്രായം പറയാനുണ്ട്. അദ്ദേഹം എന്തോ ആയിക്കോട്ടെ, അദ്ദേഹം ദ്വയാർത്ഥത്തിൽ വർത്താനം പറയുന്നു. ഏതോ ഒരു പ്രമുഖയായിട്ടുള്ള ഒരു സെലിബ്രിറ്റിക്ക് അഗേൻസ്റ്റ് എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഇപ്പം ജയിലിൽ കിടക്കേണ്ട ഒരു ഗതികേട് വന്നേക്കാണ്. നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം, അദ്ദേഹം കുറേ ചാരിറ്റബിൾ വർക്ക്സും കുറേ കാര്യങ്ങളും ചെയ്യുന്നതാണ്. പിന്നെ അതിനെക്കാട്ടിയും കൂടുതൽ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും വാരിക്കോരി കാശ് കൊടുക്കുന്ന ആളാണ്. ഞാൻ ഇന്നലെ സത്യം പറഞ്ഞ ഇന്ന് രാവിലെയും അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്ന ന്യൂസും എല്ലാം ഞാൻ കാണാനുണ്ടായത്. അപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. കാരണം ഇദ്ദേഹം ഇത്രയും കാശ് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് കീച്ച വീർപ്പിച്ചുള്ള മാധ്യമങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഉണ്ട ചോർന്ന് കുറച്ചൊക്കെ നന്ദി കാണിക്കണം. അദ്ദേഹത്തിന് ഇത്രയും താറടിച്ച് കാണിക്കാൻ പാകത്തിന് ഉള്ള കുറ്റം അദ്ദേഹം ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ജയിലിൽ പോയി, അതൊരു വിധിയാണ്. അദ്ദേഹം ഒരു ദ്വയാർത്ഥമായിട്ടുള്ള വർത്തമാനങ്ങൾ ചില സെലിബ്രിറ്റിക്ക് പിടിച്ചില്ല. അതൊരു സെലിബ്രിറ്റി അല്ല, അതൊരു സാധാരണ ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഒരു നീതിയും കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ വിശ്വസിക്കാനുള്ള ഒരു ന്യൂസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്നത്. അത് എന്തോ സാഹചര്യത്തിന്റെ പുറത്ത് എന്തോ ഒരു ന്യൂസിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിനെ നമ്മൾ പെടുത്തിയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പ് ഒരു ആക്ടർ അഗേൻസ്റ്റ് ഒരു സാധാരണ ഒരു പെൺകുട്ടി ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് അത് ബലാത്സംഗ കുറ്റമാണ്. ഇദ്ദേഹം ചെയ്ത തെറ്റിനെക്കാട്ടിയും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെ വലസി നടക്കുന്നുണ്ട്. ജാമ്യം കിട്ടണവരെ എല്ലാവരും കൂട്ടുനിന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് പൈലറ്റ് വരെ പോയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമുക്കറിയില്ല പൈലറ്റ് പോയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനത്തെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനത്തെ നാട്ടിൽ ഇതുപോലെ ഒരു മനുഷ്യനെ പുറകെ നടന്ന് എല്ലാ സ്ഥലത്തും വീഡിയോ ഇട്ട് വിളിച്ച് പറയുന്ന മാധ്യമങ്ങളോടൊരു കാര്യമുണ്ട്. നാണമില്ലേ നിങ്ങൾക്ക്? ഉണ്ട ചോറിന് നന്ദി കാണിക്കണ്ടേ? കുറച്ചെങ്കിലും 1 രൂപയെങ്കിലും അദ്ദേഹത്തിൻ്റെ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വിളിച്ചു പറഞ്ഞ് കാശ് മേടിച്ച് തിന്നിട്ട് ഇതുപോലെ വിളിച്ച് പറയുന്നത് ശരിയല്ല. അപ്പോൾ കുറച്ചൊക്കെ കാട്ടസി കാണിക്കാം. ഈ ആദർശം പറയുന്ന മാധ്യമങ്ങളോട് മാത്രമേ എനിക്ക് പറയാനുള്ളൂ, അങ്ങനെ കാണിക്കരുത്. ഒരു മനുഷ്യൻ, അയാൾക്ക് ഒരു തെറ്റ് പറ്റി, അയാൾ ചെയ്തു, അദ്ദേഹം അങ്ങനെയാണ്, നേച്ചുറലി പുള്ളി അങ്ങനെയാണ്. പുള്ളി എന്ത് പറഞ്ഞാലും ആ രീതിയിൽ നെഗറ്റീവായിട്ടുള്ള ടോണിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട്, അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് ഈ നിങ്ങളെല്ലാവരും ഇവരുടെ കൂടെ നിൽക്കുന്നത്. ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ എന്തോരം സാധാരണ സ്ത്രീകൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്, എന്തോരം പേരുടെ വിധികൾ ഇതുപോലെ വന്നിട്ടുണ്ട്. ഒന്നും വന്നിട്ടില്ല. അവരൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് അവർക്ക് പ്രമുഖ സിനിമാ നടന്മാരുടെ ബാക്കപ്പ് ഉള്ള കാരണം അവർക്ക് ഇതുപോലുള്ള ബെനിഫിറ്റ്സുകൾ കിട്ടുന്നു. ഒരു സാധാരണ സ്ത്രീ ആണെങ്കിൽ, അപ്പോൾ ഓപ്പോസിറ്റ് ഒരു സിനിമാ നടനാണെങ്കിൽ ഒരു പ്രിവിലേജും കിട്ടുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത് തമിഴ്നാട് പോലെ ആയിപ്പോയി. തമിഴ്നാടിനെക്കാട്ടി വേസ്റ്റ് ആണിത്. തമിഴ്നാട്ടിലെ സിനിമക്കാരാണല്ലോ ഭരിക്കണേ. അതുപോലെ ഇപ്പോൾ കേരളം. സിനിമക്കാരോട് ഞാൻ എതിർപ്പൊന്നുമല്ല, ഞാൻ സിനിമ പിടിക്കുന്ന ആളാണ്. പക്ഷെ ഈ അഭിപ്രായത്തിൽ, ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കാശും മേടിച്ച് വിളിച്ച് പറയുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം ശരിയാണ് ചെയ്തതെന്നല്ല ഞാൻ പറയുന്നത്, അദ്ദേഹം തെറ്റാണ് ചെയ്തത്. പക്ഷേ ഇത്രയും പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പരിപാടി നിർത്തുക. മോശമല്ലേ? എല്ലാ കാര്യത്തിലും നല്ലതാണെന്ന് പറയണം, മോശമായിട്ട് തന്നെ പറയണം. ബോബി ചെയ്തത് തെറ്റാണ്, അതിന് അഭിപ്രായ വ്യത്യാസമില്ല. അപ്പം അതിന് ഇത്രയും ബിൽഡപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല.